ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. നിങ്ങൾക്ക് ഇന്നലെ ജൂൺ 3-ാം തീയതി തിങ്കളാഴ്ച സ്കൂൾ തുറന്നു. നിങ്ങളങ്ങനെ സ്കൂളിലെത്തി 2 മാസം വെക്കേഷൻ ശേഷം നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനെ കാണുന്ന ദിവസം കൂടി ആയിരിക്കുന്നല്ലേ അല്ലേ? അപ്പോൾ അവരെ കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? പൊതുവേ നിങ്ങൾക്ക് ഇന്നലെ സ്കൂൾ ക്ലാസ് എടുക്കാറില്ല. ഞാനൊക്കെ പ്ലസ് 2 പഠിക്കുന്ന സമയത്തും ഫസ്റ്റ് ഡേ അങ്ങനെ അങ്ങോട്ട് ക്ലാസ് എടുക്കാറില്ല. പൊതുവെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പൊതുവെ അന്ന് തരാറ്. നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, +1 അല്ല +2. +1 ഒരു ചെറിയ മലയാണെങ്കിൽ +2 എന്ന് പറയുന്നത് വലിയൊരു മലയാണ്. അത് ഏതൊരു സബ്ജക്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും +1 പഠിച്ചതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വ്യക്തമായ ഒരു പ്ലാൻ അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയാൽ മാത്രമേ നിങ്ങൾക്ക് +2 ഫുൾ മാർക്കില്ല. നിങ്ങൾ SLC പോലെയൊന്നല്ല ഫുൾ A+ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫുൾ മാർക്കാണ് അല്ലേ? +1 ഒരുപാട് ആൾക്കാർ ഫുൾ മാർക്ക് വാങ്ങിയവരുണ്ട്. പക്ഷെ നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? +2 ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. +1 പോലെ തന്നെ ഒരു ഫുൾ മാർക്ക് എന്നത് +2 വാങ്ങുക, അല്ലെങ്കിൽ +1 ഫുൾ മാർക്ക് കിട്ടാത്തവർ +2 എന്തായാലും ഫുൾ മാർക്ക് വാങ്ങുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചേ പറ്റും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ച പോലെ ദിവസം 1-2 മണിക്കൂർ ഒന്ന് പഠിച്ചാൽ പറയാം. നിങ്ങളൊരു 3 മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. കാരണം അത്രയും ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട്. അത് എക്കണോമിക്സ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇനി മാർച്ചിലാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം നടക്കുക. മാർച്ചിലെ പബ്ലിക് എക്സാമിന് ഇനി ഏകദേശം 300 ദിവസം ഉണ്ടെങ്കിലും നിങ്ങൾ +2 ടൂർ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് സ്കൂൾ വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള ദിവസങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നത് 200 മുതൽ 220 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് അറിയാലോ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ തുറന്നു നോക്കിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടാകുന്ന ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിന്റെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും അധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ +2 ഫുൾ മാർക്ക് എന്ന നമ്മുടെ ലക്ഷ്യം അറിയാൻ ഞാൻ നിങ്ങളെ കൂടെ പഠിപ്പിക്കുന്ന ആളാണല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ഒരു 3 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ട് ഇല്ല. നമുക്ക് PYQs കിട്ടണം, നമുക്ക് നോട്ട്സ് കിട്ടണം, നമ്മളെ പഠിക്കാൻ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ എജ്യൂപോഡിന്റെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെയും PYQs, ഓരോ ചാപ്റ്ററിനെയും ഇംഗ്ലീഷും മലയാളത്തിലുള്ള നോട്ട്സ്, അതുപോലെ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള മെന്റർ സപ്പോർട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എജ്യൂപോഡിലൂടെ ആപ്പിലൂടെ പെയ്ഡ് ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ 9207998855 എന്ന നമ്പറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ദിവസവും ചിട്ടയോടുകൂടി പഠിച്ചിട്ട്, അതായത് PYQസും നോട്ട്സും ഒക്കെ റെഫർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ന ലക്ഷ്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യം സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ എജ്യൂപോഡ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നമ്മുടെ ആപ്പിൽ ചേർന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഫുൾ മാർക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഫുൾ മാർക്ക് നേടണം, എനിക്ക് നന്നായിട്ട് പഠിക്കണം. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം കൂടി എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അതായത് ചിലർക്കുണ്ടാവും പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഫോൺ നോക്കി പോകുന്നു, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് പോകുന്നു, ഡീവിയേറ്റ് ആയി പോകുന്നു. അങ്ങനെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അപ്കമിംഗ് വീക്സിൽ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മളെ എജ്യൂപോഡിന്റെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ മെന്റർ സപ്പോർട്ട് ഉണ്ട്, PYQs ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ 9207998855 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എജ്യൂപോഡിന്റെ കൂടെ ചേർന്നിട്ട് +1നും +2നും ഫുൾ മാർക്ക് വാങ്ങിയ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കേണ്ട കാര്യത്തിൽ ഒരു ഉറച്ച ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ മാർക്ക് എന്ന ഗോൾ അഥവാ ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ തീരുമാനിക്കുക. എജ്യൂപോഡിന്റെ കൂടി പഠിച്ചാൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഉറപ്പ് ഞാൻ തരികയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ 9207998855 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അപ്കമിംഗ് വീക്സിൽ നിങ്ങൾ ആ പ്രോബ്ലം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠന സമയത്തോ നിങ്ങൾ നേരിടുന്ന പ്രോബ്ലംസ് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ഓരോ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതായത് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. വീണ്ടും കാണാം. അതിലേക്കും ബൈ.